മൃദുലാലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സിമ്പിൾ പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ പഞ്ചസാര ഉള്ളതാണ് കേട്ടോ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കാണുന്നില്ലേ. അപ്പോൾ അത് പഞ്ചസാര ഉള്ള ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പാൽ ആവശ്യമുണ്ട്. അപ്പോൾ പഞ്ചസാര ഇല്ലാത്ത ടൈപ്പ് ബിസ്ക്കറ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ പാലിലേക്ക് കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ബിസ്ക്കറ്റ് അതിൻ്റെ അകത്തേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. ക്രീം ബിസ്ക്കറ്റ് എടുക്കണ്ട, ഇങ്ങനത്തെ പ്ലെയിൻ ബിസ്ക്കറ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഓരോ പ്രാവശ്യവും ബിസ്ക്കറ്റ് അതിൻ്റെ അകത്തേക്ക് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ട്രേയിലേക്ക് ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുഞ്ഞ് ട്രേ ആയതുകൊണ്ട് ബിസ്ക്കറ്റ് ഞാൻ താഴെ തന്നെ 2 ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് വേണ്ടുന്നത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിലാണ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലതുപോലെ നമുക്ക് ബീറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോയിലൊന്നും ഞാൻ ഈ ബീറ്റ് ചെയ്യുന്നതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. കാര്യം ഈ വീട്ടിൽ കുറച്ച് സൗകര്യത്തിൻ്റെ പ്രശ്നമുണ്ട്. അതായത് എല്ലായിടത്തും ഈ പ്ലഗ് പോയിൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കിതുവരെയും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ മോൻ വീട്ടിലുള്ളത് കൊണ്ട് അവൻ്റെ ഹെൽപ്പോടുകൂടി ഇപ്പോൾ വീഡിയോ എടുക്കുന്ന കേട്ടോ. അപ്പോൾ നല്ലതുപോലെ നമ്മൾ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം നിങ്ങൾ എടുക്കുന്നതിലും മധുരം കുറവാണ്. നിങ്ങൾക്ക് കുറച്ച് മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എടുത്തത് അത്യാവശ്യം മധുരമുള്ളതായതുകൊണ്ട് ഞാൻ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല. നല്ലതുപോലെ തന്നെ നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം കവർ ചെയ്ത് വരത്തക്ക രീതിയിൽ നല്ലതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ ബിസ്ക്കറ്റ് പാലിലേക്ക് ഡിപ്പ് ചെയ്യുക. വീണ്ടും ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് അത് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കോഫി പൗഡറോ, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് ഇതിൻ്റെ അകത്തേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. കണ്ടോ, അപ്പോൾ ഇത് നമ്മുടെ പുഡിങ് ഇപ്പോൾ ഇവിടെ റെഡിയാണ്. ഇങ്ങനെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. പക്ഷേ ഞാനിപ്പോൾ എന്തായാലും കുറച്ച് തണുപ്പിച്ചിട്ട് എടുക്കുന്നതാണ് എനിക്കും പിള്ളേർക്കും ഇവിടെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനൊരു 2 മണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. അപ്പോൾ പുഡിങ്ങൊക്കെ ഇച്ചിരിയും കൂടെ തണുപ്പോടുകൂടി കഴിക്കുന്നതല്ലേ നമുക്കൊരിതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 1.5-2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാകും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കണ്ടോ, അപ്പോൾ നമ്മുടെ എമ്മി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.